പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികൾ ലോറി കയറി മരിച്ച വാർത്ത നമ്മുടെ നെഞ്ചുലയ്ക്കുമ്പോഴും ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾക്ക് പോകാൻ നിയന്ത്രണമുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്നതാണ് വാസ്തവം. ജീവൻ പണയപ്പെടുത്തി വേണം വിദ്യാർത്ഥികൾക്ക് ഈ വഴി സ്കൂളിലെത്താൻ. ഒരു അപകടമുണ്ടായി എന്തെങ്കിലും നടപടിയെടുക്കുന്നതിനേക്കാൾ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ അധികാരികൾ തന്നെയാകും. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികൾ ലോറി കയറി മരിച്ചതിൻ്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. അത്തരത്തിൽ അടിയന്തിരമായി ശ്രദ്ധ പതിയേണ്ട ഒരു റോഡാണ് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അനായാസം പട്ടാമ്പി റോഡിൽ എത്തിപ്പെടാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഹൈസ്കൂൾ റോഡ്. ചെറുപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ട്യൂഷൻ സെൻ്ററുകൾ, കമ്പ്യൂട്ടർ സെൻ്ററുകൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റോഡിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെയെല്ലാം പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂട്ടമായി നടന്നു പോകുന്നത് ഈ റോഡിലൂടെയാണ്. നേരത്തെ ഈ റോഡിൽ വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് പരിക്ക് പറ്റിയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. പലതവണ കർശന നടപടികളുമായി നഗരസഭയും മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെയുള്ള വാഹനങ്ങളുടെ ചീറിപ്പായൽ മാറ്റമില്ലാതെ തുടരുകയാണ്. സ്കൂൾ പ്രവർത്തന സമയത്ത് ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ പ്രവേശിക്കരുതെന്ന നിയന്ത്രണം നിലനിൽക്കെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇതുവഴി ചീറിപ്പായുന്നത് അനേകം ചരക്ക് വാഹനങ്ങളാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്ത സ്ഥിതിയാണ്. രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾ കൂട്ടമായി വരുന്ന സമയത്തെങ്കിലും ഹൈസ്കൂൾ റോഡിൽ പോലീസുകാരെ ഏർപ്പെടുത്തണമെന്ന് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടികൾ ഒരു ബോർഡിലൊതുങ്ങുന്ന സ്ഥിതിയാണ്. നമ്മുടെ ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും നിർത്താൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മുടെ കുട്ടികൾ വരുന്ന സമയവും പോകുന്ന സമയവും പോലീസിൻ്റെ ഒരു സഹായം ആവശ്യപ്പെട്ട് പല പ്രാവശ്യം റിക്വസ്റ്റ് സ്റ്റേഷനിൽ നേരിട്ട് എത്തിച്ചിരുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പരിഗണന എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ എടുക്കണമെന്ന് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നിരന്തരം നമ്മുടെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം കൊണ്ട്. രാവിലെ കുട്ടികൾ 9 മണി തൊട്ടിട്ട് വരുന്ന സമയമായതുകൊണ്ട് കുട്ടികൾ നടപ്പാത ഉപയോഗിക്കാതെ റോട്ടിലിറങ്ങി നടക്കുന്നതാണ് ഒരു വലിയ പ്രശ്നമെങ്കിൽ കൂടിയും പോലീസിൻ്റെ ഒരു സഹായം ആ സമയത്ത് രാവിലെയും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ ഹൈസ്കൂൾ റോഡിൽ ഉണ്ടാവുകയും വലിയ വാഹനങ്ങളെ പണ്ട് നിയന്ത്രിച്ചിരുന്നത് പോലെ ഹൈസ്കൂൾ റോഡിലൂടെ സ്കൂൾ സമയങ്ങളിൽ കടന്നു പോകുന്നത് അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ ഇതിന് കുറച്ചൊരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇതിന് നമ്മുടെ ഹൈസ്കൂൾ റോഡിലൂടെ വലിയ വാഹനങ്ങൾ ഓടുന്നത് നേരത്തെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും സ്കൂൾ സമയത്ത് രാവിലെയും വൈകിട്ടും വാഹനങ്ങൾ ഓടുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും അതിനൊരു പരിഹാരമാർഗം ഉണ്ടാവണമെന്നാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കാനുള്ളത്. വലിയ വാഹനങ്ങൾ വരുന്നത് കൊണ്ട് സ്കൂൾ വിടുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ തുടങ്ങുന്ന സമയത്തും റോഡിലൂടെ വളരെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അപകടത്തിന് സാധ്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തുന്നത്. വളരെ തിരക്കേറിയ റോഡാണ്. രാവിലെ കുട്ടികൾ വരുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ വിടുന്ന സമയത്തും വലിയ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന് നിരന്തരമായ സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന നാളിതുവരെയായിട്ട് ഒരു മാറ്റം വരാതെ തുടരുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായ സമീപനം ഉണ്ടാവണമെന്നും ഈ തിരക്കിൽപ്പെട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിലേക്ക് ഗതാഗതത്തെ കൊണ്ടെത്തിക്കരുത് എന്നുമാണ് സ്കൂൾ PTAക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെ സ്കൂളിലെത്തുന്നത്. പനയമ്പാടം അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും കർശനമായ ഒരു നിയന്ത്രണം ഈ റോഡിൽ വേണമെന്നാണ് സ്കൂൾ അധികൃതരും PTAയുമെല്ലാം ആവശ്യപ്പെടുന്നത്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.